ഹലോ നമസ്കാരം. ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും മുൻകൂട്ടി അറിയാൻ കഴിയണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും അല്ലെങ്കിൽ നടക്കില്ല എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നടക്കില്ല എന്നും വിശദമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ എല്ലാവരും നൽകിയിരുന്ന ചിത്രങ്ങളിൽ, അതായത് നൽകിയിരിക്കുന്ന രണ്ട് പക്ഷിയുടെയും ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് ഒരു മയിലിൻ്റെ ചിത്രവും രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് ഒരു പ്രാവിൻ്റെ ചിത്രവുമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വിചാരിച്ചു കൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് പക്ഷികളുടെയും ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. ഒന്നാമത്തെ ചിത്രമായ മയിലിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സ്നേഹസമ്പന്നരാണ് നിങ്ങൾ. ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ ജീവിതത്തിൽ മാറി മാറി അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ. ജീവിതത്തിലെ പല അവസരങ്ങളിലും ത്തിലുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് വാസ്തവം തന്നെയായിരുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് എതിരെ ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവരെ നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ആരായി കഴിഞ്ഞാലും അവരെയെല്ലാം തോൽപ്പിച്ച് വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. പ്രതികരണശേഷി വളരെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. വളരെ പെട്ടെന്ന് തന്നെ ഏതു കാര്യത്തിനും പ്രതികരിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നതിനുള്ള ഒരു മനോഭാവമാണ് നിങ്ങളിൽ കൂടുതലും കാണിച്ചു വരുന്നത്. പല അവസരങ്ങളിലായി, അതായത് ഒന്നിൽ കൂടുതൽ തവണ പല വ്യക്തികളെയും സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയധികം കാലം താമസം നേരിടേണ്ടിയിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നിരുന്നാലും അത്തരത്തിൽ കാലതാമസം എടുത്തു കഴിഞ്ഞാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നടന്നു കിട്ടും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും പ്രതികൂലമായ പല ഉപദ്രവങ്ങളും നേരിട്ടിട്ടുണ്ട് എന്ന് വാസ്തവം തന്നെയാണ്. ശാരീരികമായും അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും മാനസികമായും പല പ്രശ്നങ്ങളും നേരിടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. വീട്ടുജോലി മുതലായവ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള ആഗ്രഹം പല കാലക്രമം എടുത്തിട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നതായ ആഗ്രഹങ്ങളും അല്പം കാലതാമസം നേരിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ടിട്ടാണെങ്കിലും നടന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത്. പല വ്യക്തികളും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയായി പരാമർശിക്കുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ മനസ്സിലാക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിജയങ്ങൾ നേടിയെടുത്തിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. നേരിടുന്ന കാലതാമസത്തിൽ നിരാശപ്പെടുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം. മനസ്സിൽ കാര്യം വെച്ച് പുറമെ മറ്റൊന്ന് കാണിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്നുള്ളതും നിങ്ങളെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒപ്പം നിന്നവർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്തു നൽകുവാൻ മടിക്കാത്ത വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ സ്വഭാവം തന്നെ പലപ്പോഴും നിങ്ങളെ ചതിക്കപ്പെടുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തികളിൽ നിന്നും വേദന അനുഭവപ്പെടുന്നതിനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതായത് മറ്റുള്ളവർ മുതലെടുക്കുന്നത് മൂലം ധാരാളം വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്.
പലരും നിങ്ങളോട് വിശ്വാസവഞ്ചനയും ചതിയും കൂട്ടിയുള്ളവർ തന്നെയാണ്. പല അവസരങ്ങളിലും ധനനഷ്ടം, പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാനഹാനിയും പലപ്പോഴായി നേരിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഇപ്പോഴും അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി നിങ്ങൾ തങ്ങി നിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇനിയെങ്കിലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത് പാഠം തന്നെയാകുന്നു. അത്തരത്തിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് മൂലം തിരിച്ചടികൾ ഏൽക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ആപത്താണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നതായ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഫലം എന്തെന്ന് കുറിച്ച് കാലതാമസം എടുത്തിട്ടാണെങ്കിൽ കൂടിയും ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതായത് ആ കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഈശ്വരൻ വിശ്വസിക്കുന്നു വ്യക്തികൾ തന്നെയാണ്. അതിനാൽ തന്നെ ഇനിയുള്ള നാളുകളിലും ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈശ്വരൻ നിങ്ങളിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുക എന്നത് അനിവാര്യമാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ പ്രാവിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം കാലതാമസമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള പുതിയ വഴി നിങ്ങൾക്ക് മുന്നിൽ താമസിക്കാതെ തന്നെ തുറന്നു കിട്ടും. അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മറ്റു പ്രശ്നങ്ങൾ, എല്ലാവിധ കഷ്ടപ്പാടുകളും താൽക്കാലികം മാത്രമാണ്. സ്വന്തം മനസ്സിൽ അതിയായി നടക്കണം ആഗ്രഹിക്കുന്നതായ ആ കാര്യം മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടെ കൂടിയാണെങ്കിലും നടന്നു കിട്ടും എന്നാണ് സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിനായി നിങ്ങൾ അതിയായി പരിശ്രമിക്കേണ്ടതും അനിവാര്യമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുമെന്ന് വിജയം നിങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചേരും എന്നും തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ വളരെയധികം തമാശകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും തമാശകൾ പറയുന്ന വ്യക്തികൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നു. താല്പര്യപ്പെടുന്നവരാണ്. അത്തരം ആളുകളുമായി ഇടപഴകുന്നതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ്. അത്തരത്തിൽ മനസ്സിനെ ആനന്ദിപ്പിച്ച് സന്തോഷിപ്പിച്ച് സന്തോഷം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിലും മറ്റു കാര്യങ്ങളിലും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും വളരെയധികം കൊണ്ടുവരുന്നവർ. അതിനാൽ പ്രാധാന്യം നൽകുന്നു വ്യക്തിത്വത്തിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ. പ്രവൃത്തികളാണെങ്കിലും പറയുന്ന വാക്കുകളാണെങ്കിലും അവയിലെല്ലാം വല്ലാത്തൊരു സത്യസന്ധത ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സത്യസന്ധതകൾ അനുഭവങ്ങൾ മറ്റുള്ളവരോടുള്ളതാകുന്നു. പലപ്പോഴും പല അവസരങ്ങളിലും അത് മറ്റുള്ളവർ നിങ്ങൾക്ക് സമ്മതിച്ച് തരാറില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ ഇവർ താല്പര്യപ്പെടാറില്ല. ഒരു പ്രത്യേകത തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല. തീരുമാനിച്ച് ഉറപ്പിച്ച് അത്തരത്തിലുള്ള തെറ്റുകൾ കണ്ടാൽ തിരുത്തുവാൻ കൂടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിച്ച് യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തികൾ എന്നുള്ളതാണ്. ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഇവർ യാതൊരു മടിയും കാണിക്കാറില്ല. പണം നൽകി സഹായിക്കുവാനാണെങ്കിലും കഴിയുന്നത്ര സഹായവും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വരാൻ പോകുന്നതായ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതുമാകുന്നു. വളരെയധികം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നും പറയുവാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ഇവരെ പ്രകോപിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും
അതിലൊന്നും വീഴാതെ ക്ഷമയോടുകൂടിയും ക്ഷമിച്ച് മനസ്സിലാക്കി പെരുമാറുവാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അത്തരത്തിൽ പെരുമാറാൻ കഴിയുന്ന വ്യക്തികളാണ് എന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം നടക്കാൻ അധികം കാലതാമസം എടുക്കില്ല എന്നു തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത്. ഈശ്വരവിശ്വാസത്തോടുകൂടി ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ശുഭകരം.